യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് ഇനിയും നമ്മൾ അവരെ വെയിറ്റ് ചെയ്യണോ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാൻ നിങ്ങൾ പോസിറ്റീവ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ 10 ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ മെൻ്റലി അതുപോലെ ഇമോഷണലി ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്തിട്ട്. അത്തരത്തിലൊരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത് കേട്ടോ. റിപ്പീറ്റഡായിട്ട് നിങ്ങളിലേക്ക് പെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വഞ്ചിച്ചു എന്നൊരു ഫീല് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ വളരെ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇതിലും വലുത് ഇനി ഒന്നും വരാനില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളിലുണ്ട്. ആ ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്ന് ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങളുടെ ഒരു അവസാനത്തെ പോയിൻ്റാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഹീൽ ചെയ്യേണ്ട ടൈമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നടന്ന കാര്യങ്ങളെയൊക്കെ വിട്ട് കളയാനുള്ള ഒരു എനർജി ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളതൊക്കെ കളയുക, നിങ്ങളുടെ മനസ്സിൽ നിന്നും അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നീട് ദ മൂൺ എന്ന കാർഡാണ് നമുക്ക് വന്നത്. അപ്പോൾ മൂൺ എന്ന കാർഡ് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ട്, അതുപോലെ ഇല്യൂഷൻസും ഉണ്ട്. ഇതെല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്താണ് ശരിയെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഹോപ്പ് ഉണ്ടെങ്കിലും പിന്നെയും ഡൗട്ട് ബാക്കിയാണ്. നിങ്ങൾ പേടിച്ചുകൊണ്ടാണ് ഇവിടെ അവരെ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ക്ലാരിറ്റി ഒരു കാര്യത്തിലും ഇവിടെ കിട്ടുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നീട് നമുക്ക് ഹെയറോഫൻറ്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കാം, ബൗണ്ടറീസ് ആയിരിക്കാം, വാല്യൂസ് ആവാം. എന്തായാലും അത് നിങ്ങളെ ലെസൺ ബേസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതാണിത്, ഈ ഒരു റിലേഷൻ. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എനർജി നമുക്കിവിടെ കാണാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാരിറ്റിയും വരും, സമാധാനവും വരും. പിന്നീട് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു കണക്ഷനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.